എടി നീ ദൈവമോളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാണോ പരാതി കൊടുക്കാൻ പോകുന്നേ? എടി അങ്ങനെ ഒന്നും നടന്നിട്ടില്ലല്ലോ. ഒന്നും മിണ്ടാതെ. നടന്നത് നടക്കാത്തതൊക്കെ അന്വേഷിക്കേണ്ടത് ഇനി പോലീസാ. അതല്ലല്ലോ ശ്രീകലേ, നടക്കാത്ത കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ അത് കള്ളപ്പരാതി. മനുഷ്യൻ നിങ്ങളൊന്ന് പതുക്കെ പറ. പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നുകൊണ്ട് കള്ളപ്പരാതി എന്ന് വിളിച്ചു കൂവാതെ. ശ്രീകലേ വേണ്ട, തിരിച്ചടി കിട്ടുവേ. നമ്മൾ പരാതി കൊടുത്താ അവര് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എടി ആനന്ദും അവന്റെ അനിയന്മാരും നമുക്കെതിരെ തിരിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അയ്യോ, പിന്നെ ആനന്ദിന്റെ അനിയന്മാരല്ലെങ്കിലും പിന്നെ നമുക്ക് വലിയ സപ്പോർട്ടല്ലേ. ഞാൻ പോവാം. നിങ്ങൾ ഇത് എവിടെ പോവാ? അവിടെ നിക്കേ. അവൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ച് ദേവി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മൾ മിണ്ടാതിരുന്നാലേ നാട്ടുകാരെന്താ വിചാരിക്കുക? തെറ്റ് മുഴുവൻ നമ്മുടെ ഭാഗത്താണെന്നല്ലേ? ഈ തെറ്റ് മുഴുവൻ നമ്മുടെ ഭാഗത്താണല്ലോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു മൈക്കും കെട്ടി വെച്ചോണ്ട് നാട്ടിലോട്ട് ഇറങ്ങി, എന്നിട്ട് വിളിച്ചു പറ തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ് എന്ന്. എടി ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? നമ്മുടെ കള്ളത്തരം പിടിച്ചിട്ടാണ് അവര് ദേവി അവിടുന്ന് ഇറക്കി വിട്ടെന്ന് പുറലോകം അറിഞ്ഞാലേ നാളെ നമ്മുടെ വിദ്യമോക്ക് ഒരു കല്യാണം വരുവോ? ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് പെണ്ണ് ചോദിച്ചു വരുവോ മനുഷ്യ? അവരാദ്യം കേസുണ്ടാക്കി നമ്മളെ പ്രതികളാക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു മുഴ മുന്നേ അങ്ങോട്ട് എറിയണം. അവര് ദേവിയെ ഉപദ്രവിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേന്ന് വന്നാലേ കുറ്റം മുഴുവൻ അവരുടെ തലയിലിരിക്കും. പക്ഷേ ദേവി ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് ദേവിയോട് ഇപ്പൊ നമ്മളൊന്നും പണയുന്നില്ല. സമയമാവുമ്പോഴേ അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. അവളുടെ ജീവിതം രക്ഷിക്കാനാണെന്ന് പറഞ്ഞ അവള് സമ്മതിക്കും. ഇതുകൊണ്ട് അവളുടെ ജീവിതം രക്ഷപ്പെടുവോ അതോ ഉള്ളതുകൂടി നശിക്കുവോ എന്നാ എന്റെ പേടി. അയ്യോ, നമ്മളിപ്പം പേടിച്ചിരുന്ന നമ്മുടെ മോടെ ജീവിതം കൈവിട്ടു പോവുമെന്ന്. സ്ത്രീകളെ പരാതി കൊടുത്താൽ ദേവമംഗലംകാർക്കെതിരെ കേസാകും. നമ്മൾ അവർക്കെതിരെ കേസ് കൊടുത്താൽ പിന്നെ എങ്ങനെയാ ദേവി മോളെ ദേവമംഗലത്തേക്ക് കയറ്റി വിടുന്നത്? അതാണ് ശ്രീകലയുടെ ബുദ്ധി. കേസ് വരുമ്പോ അവര് പേടിക്കും. ഒത്തുതീർപ്പിന് അവര് വരും. വന്നില്ലെങ്കിലോ? വരും. നിനക്ക് എങ്ങനെ ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റും? കുടുംബത്തിന്റെ മാനം പോവെന്ന് കണ്ടാലേ ബാലം മിണ്ടാതിരിക്കത്തില്ല. മക്കളെ എല്ലാം കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞാലേ അയാളെ നമ്മുടെ കാല് വന്ന് പിടിക്കും. അപ്പം നിബന്ധന വെക്കുന്നതേ നമ്മളായിരിക്കും. ദേവിയെ തിരിച്ചെടുക്കണം. രാജകുമാരിയെ പോലെ അവള് ദേവമംഗലത്ത് കഴിയണം. അവക്കവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദേവിയെ കാണാൻ അവിടെ ചെല്ലും. നമുക്കും ഒരു കുറവും ഉണ്ടാവരുത്. ഇതൊക്കെ ബാലൻ അംഗീകരിക്കുവോ? പിന്നെ അംഗീകരിക്കാതെ എവിടെ പോവാനാ? ഒരു അന്വേഷണം വന്നാലോ? നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്തു പറയണം, എപ്പ കരയണം, ആരുടെ മുന്നിൽ എങ്ങനെയൊക്കെ അഭിനയിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. എന്നാലും ഈ കള്ളം തെളിഞ്ഞാൽ നമ്മളല്ലേ അകത്താകുന്നത്. തെളിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കൂടെ വന്നിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് കര മനുഷ്യ. ഈ സമയത്ത് എങ്ങനെ കരച്ചിൽ വരാനാ? നമ്മുടെ മോളെ അവര് കൊന്നു കളയൊന്ന് ഓർത്തങ്ങോട്ട് കര. അയ്യോ, എന്റെ പൊന്നുമോളെ കൊല്ലുന്നേ സാറേ. അയ്യോ, ഈ മനുഷ്യനും കൂടി ഞാൻ തോറ്റു. ഇങ്ങോട്ട് വാ, ഒന്ന് കര മനുഷ്യ. അയ്യോ സാറേ, രക്ഷിക്കണേ സാറേ. അയ്യോ, അത്രയും രൂപയ്ക്ക് കാര്യം തീരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇല്ല, അതൊന്നും ഇവിടെ നടക്കില്ല. ഞാൻ പറഞ്ഞ തുകയ്ക്ക് താഴെ പറ്റില്ല. അയ്യോ രക്ഷിക്കണേ സാറേ, രക്ഷിക്കണേ സാറേ. അയ്യോ ഞങ്ങളുടെ മോളെ രക്ഷിക്കണേ സാറേ. ആരെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണേ സാറേ. അയ്യോ ഞങ്ങളിപ്പോ എന്ത് ചെയ്യും സാറേ? ഞങ്ങളുടെ മോളെ ഒന്ന് രക്ഷിക്കണേ സാറേ. ഞങ്ങളെ സഹായിക്കാൻ പോലീസുകാരല്ലാതെ മറ്റാരുമില്ല സാറേ. ഞങ്ങളെ രക്ഷിക്കണേ സാറേ. ഞങ്ങളെ കൈവിടരുതേ സാറേ. സാറേ ഞാൻ പിന്നെ വിളിക്കാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ശരിയാക്കും. എല്ലാം ശരിയാക്കിയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചാ മതി. ഓക്കെ? എന്താ കാര്യം? എന്റെ സാറേ, എന്റെ മോളെ ഭർത്താവിന്റെ വീട്ടുകാർ
രാജകുമാരി പീഡിപ്പിക്കുക, അടിച്ചും ഉപദ്രവിച്ചും അവിടെ ഇട്ട് കൊല്ല ചെയ്തു. അവളിപ്പോ ജീവിക്കണോ വേണ്ടെന്നുള്ള അവസ്ഥയിലാണ് സാറേ. രക്ഷിക്കണം എന്റെ സാറേ, എന്റെ മോൾ ഇനി ജീവനോടുണ്ടാവുന്ന പോലും ഞങ്ങൾക്ക് അറിയില്ല. അവളെ സാറ് രക്ഷിക്കണം, ഞങ്ങൾക്ക് നീതി മേടിച്ചു തരണം സാറേ. ശരി ശരി, ഒന്ന് ശബ്ദം കുറയ്ക്കേ. എങ്ങനെ ശബ്ദം കുറയ്ക്കാനാ സാറേ? ഞങ്ങളുടെ മോളല്ലേ അവിടെ കിടന്ന് അനുഭവിച്ചത്. അവരെന്തൊക്കെയാ ഞങ്ങളുടെ മോളോട് ചെയ്തെന്ന് കേട്ടാ. ഇപ്പൊ നിങ്ങൾ മുഴുവൻ കഥയൊന്നും എന്നോട് പറയണ്ട. CA മേഡം ഇവിടെ ഇല്ല. മേഡം ഒന്ന് വന്നോട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് മേഡമാണ്. ഞങ്ങൾ ആ മേഡത്തിനെ കാത്തിരിക്കാൻ സാറേ. എത്ര വേണമെങ്കിലും കാത്തിരുന്നോളാം സാറേ. എന്നാ കാത്തിരിക്കേ. ഹലോ, ഞാൻ പറഞ്ഞതല്ലേ ശരിയാക്കി. പക്ഷെ സാറേ, അവരെയൊക്കെ ഉടനെ പിടിക്കണം കേട്ടോ. എന്റെ പൊന്നുമോൾ അവിടെ കിടന്ന് അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങള് പോയി വിളിച്ചോണ്ട് വന്നത് കൊണ്ട് അവളുടെ ജീവൻ തിരിച്ചു കിട്ടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. CA മേഡം ടെററാ. മാഡത്തിനോട് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങള് സത്യം മാത്രമേ പറയൂ. അത് നന്നായി. ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി അങ്ങ് പറഞ്ഞാ മതി. ഈ കരച്ചിലും ബഹളവും വളച്ചൊടിച്ചുള്ള കഥകളും ഒന്നും വേണ്ട. അയ്യോ, ഞങ്ങള് പറയുന്നത് ഒന്നും കള്ളമല്ല സാറേ. അത് മേഡം തീരുമാനിച്ചോളൂ. വല്ലതും മാറ്റി പറഞ്ഞ നിങ്ങളെ തന്നെ പിടിച്ചകത്തിടും, പറഞ്ഞേക്കാം. അയ്യോ, ഞങ്ങളെ അല്ല, എന്റെ മോളെ ദ്രോഹിച്ചവരെ പിടിച്ചകത്തിടേണ്ടത്. ശരി, അത് നിങ്ങൾ മേഡത്തോട് പറഞ്ഞോ? സാറേ, അങ്ങനത്തെ ദ്രോഹം അവർ എന്റെ മോളോട് ചെയ്തത് അവക്ക് നേരെ ചൊവ്വേ മതി. ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞില്ലേ? മാഡം, ഞങ്ങളുടെ മോള് പാവാ, അവളെല്ലാം സഹിച്ച്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ? മേഡം വരുമ്പോ ഞാൻ പറയാം. ഇതെന്ത് പാട്. ഉദേട്ടാ, ഇവരോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ സാറൊന്ന് വേഗം വന്നാ മതിയായിരുന്നു. എല്ലാത്തിനും പിടിച്ചകത്ത് ഇടിപ്പിക്കണം, ഒരാളെയും വിടരുത്. ശ്രീകലെ, മീനാക്ഷിയുടെ കാര്യം തൽക്കാലം പറയണ്ട. ദേവിമോളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടും മീനാക്ഷി ഒരൊറ്റ ആള് മാത്രമേ ദേവിമോളെ കാണാൻ വന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു നന്ദി നമ്മൾ അവളോട് കാണിക്കണം, മനസ്സിലായോ? ഹലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. സാറേ, ഇതെന്താ? മേഡം, ഈ സ്ത്രീയുടെ മോളെ ഭർത്താവിന്റെ വീട്ടുകാര് പീഡിപ്പിച്ചു എന്നാ പറയുന്നേ. സാറേ, എന്റെ മോളെ രക്ഷിക്കണം സാറേ. ഒരു ദുഷ്ട കുടുംബം കാരണം എന്റെ മോളുടെ ജീവിതം തോലഞ്ഞു. ശരി, നമുക്ക് സംസാരിക്കാം. രണ്ടുപേരും ക്യാബിനിലേക്ക് വരാം. മേഡം, എന്റെ മോളെ രക്ഷിക്കണേ മേഡം. ഞങ്ങളെ സഹായിക്കണേ മേഡം. മേഡം, ആദ്യം ഒന്ന് സമാധാനപ്പെടൂ. കരഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവില്ല. എന്താ സംഭവിച്ചെന്ന് പറയൂ. മാഡം, ഞങ്ങളുടെ മോടെ കാര്യമാ. എന്ത് കാര്യം? അവളെ കല്യാണം കഴിപ്പിച്ച് അയച്ചപ്പോ തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാ മാഡം. എന്റെ കുഞ്ഞിന്റെ ജീവിതം പോയി. എന്താ അവിടെ നടന്നത്? അത് വ്യക്തമായി പറയൂ. അവൾ ആ വീട്ടിൽ ചെന്ന് കയറിയ ദിവസം മുതൽ ഓരോ പ്രശ്നങ്ങളാ. അവര് വലിയ കാശുകാരാ. ഞങ്ങള് കൊടുത്ത സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് എന്നും അവര് ഞങ്ങളുടെ മോളെ ഉപദ്രവിക്കും. ആരോ ഉപദ്രവിച്ചത്? കുട്ടിയുടെ ഭർത്താവാണോ? അവൻ മാത്രമല്ല മാഡം, അവന്റെ അമ്മയും അച്ഛനും ആ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ചത്. ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ? അവൾ അവിടെ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല മാഡം. പക്ഷേ അവള് ഞങ്ങളോടൊന്നും തുറന്നു പറഞ്ഞില്ല. അവക്ക് പേടിയായിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ടത് എപ്പോഴാ? എന്താ ആവശ്യപ്പെട്ടത്?
ആരാ ഈ കാര്യം പറഞ്ഞത്? ആ, പണം വേണമെന്നും സ്വർണം വേണമെന്നും ദേവമംഗലത്തുകാരൻ ഞങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് മാഡം. അവള് വീട്ടിലോട്ട് വരുമ്പോഴൊക്കെ ഇതൊക്കെ കരഞ്ഞോണ്ട മാഡം പറയുന്നത്. ഭർത്താവിന്റെ വീട്ടുകാർ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതിന്റെ മെസ്സേജോ ഫോൺ റെക്കോർഡോ അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ മോള് എല്ലാം സഹിച്ചു നിന്നതാ മാഡം. അവളെ കുറിച്ചോർത്ത് ഞങ്ങൾ സങ്കടപ്പെടരുന്ന് കരുതി പലതും ഞങ്ങളോട് പോലും മറച്ചു വെച്ചു. ഇപ്പൊ ഇതാ അവക്ക് ഡൈവോഴ്സ് നോട്ടീസും അയച്ചിരിക്കും. ഞങ്ങളുടെ മോളെ ഒഴിവാക്കിയിട്ട് ഏതോ വലിയ കാശുകാരന്റെ മോളെ കൊണ്ട് ആനന്ദിനെ കല്യാണം കഴിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കളികളാ മേഡം ഇതൊക്കെ. മറ്റൊരു വിവാഹം തീരുമാനിച്ചെന്ന് നിങ്ങൾ എങ്ങനെയാ അറിയുന്നത്? അവര് പെരുമാറുന്ന കണ്ട മനസ്സിലാവില്ലേ മേഡം? എന്റെ മോളെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഒഴിവാക്കണം. അതാ അവരുടെ ലക്ഷ്യം. നിങ്ങളുടെ മകൾക്ക് കുട്ടികളുണ്ടോ? ഞങ്ങളുടെ മോള് ഗർഭിണിയായിരുന്നു മാഡം. പക്ഷേ ആ കുഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്താ സംഭവിച്ചത്? അതാ മേഡം, എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കും അറിയില്ല. ദേവിയെ ഏതാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്? ദേവി മോള് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതും കുഞ്ഞ് നഷ്ടപ്പെട്ടതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല മാഡം. പിന്നെ നിങ്ങൾ എപ്പോഴാണ് കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത്? കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ദേവമംഗലത്തേക്ക് ചെന്നപ്പോഴാ മാഡം കുഞ്ഞു പോയ വിവരം അവര് ഞങ്ങളോട് പറയുന്നത്. സ്വന്തം മകളുടെ ഗർഭം നഷ്ടപ്പെട്ട കാര്യം അച്ഛനമ്മമാരായ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചു എന്നാണോ ഈ പറയുന്നത്? അതെ മേഡം, അതാ ഞങ്ങൾക്ക് സംശയം വന്നത്. ഒരു പെൺകൊച്ചിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത അവളുടെ അച്ഛനെ അമ്മയെ അറിയിക്കേണ്ടതല്ലേ? ഒരു കാര്യം ഞങ്ങളെ അറിയിച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ടാ ഞങ്ങളോട് പറയുന്നത്. ഗർഭിണിയായിരിക്കുമ്പോഴും അവക്ക് വേണ്ട ഭക്ഷണമോ പരിചരണമോ ഒന്നും അവര് കൊടുത്തിട്ടില്ല മാഡം. ദേവിയോട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചില്ലേ? ഞങ്ങൾ അവളോട് ചോദിച്ചു മാഡം. കുഞ്ഞുകൂടി പോയതോടെ അവളാകെ സങ്കടത്തിലായിരുന്നു. അവര് അവളെ ഉപേക്ഷിച്ച് കളയോന്ന് പേടിച്ച് അവളൊന്നും ഞങ്ങളോട് തുറന്നു പറഞ്ഞില്ല. എല്ലാം സഹിച്ച് എന്റെ കുഞ്ഞ് അവിടെ പിടിച്ചു നിന്നതാ മേഡം. പക്ഷെ ഈ ഡിവോഴ്സ് നോട്ടീസ് കൂടെ കിട്ടിയതോടെ അവള് തളർന്നു പോയി. ആ കുഞ്ഞിനെ മനഃപൂർവ്വം അവരില്ലാതാക്കിയതാണോന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ട് മേഡം. അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം? ആനന്ദിനെ വലിയൊരു കാശുള്ള പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ദേവിയും കുഞ്ഞുണ്ടെങ്കിൽ അതൊരു തടസ്സമാകുമല്ലോ മാഡം. അതുകൊണ്ടാ മേഡം ആ കുഞ്ഞിനെ വയറ്റി വെച്ച് തന്നെ ഇല്ലാതാക്കിയതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. തോന്നല് മാത്രം വെച്ച് എനിക്കതിലൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്, ഏത് ഡോക്ടറാണ് ചികിത്സിച്ചത്, എന്താണ് മെഡിക്കൽ റിപ്പോർട്ടിലുള്ളത്, എല്ലാം പരിശോധിക്കണം. മെഡിക്കൽ രേഖകളിൽ മനഃപൂർവ്വമായ ഇടപെടലിന്റെ സൂചന ഉണ്ടെങ്കിൽ അതിനുള്ള നിയമ നടപടി വേറെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ സ്ത്രീധന പീഡനവും ശാരീരികവും മാനസികവുമായ ഉപദ്രവം തെളിഞ്ഞാൽ ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള സംരക്ഷണ നടപടികൾ മാത്രമല്ല, ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ക്രൂരതയ്ക്കുള്ള ക്രിമിനൽ നടപടികളും ഉണ്ടാവും. പക്ഷെ പരാതി വ്യക്തമായിരിക്കണം. എപ്പോ, എവിടെ, ആരാണ് ഉപദ്രവിച്ചത്, എന്താണ് സ്ത്രീധനമായി ആവശ്യപ്പെട്ടത്, ഒന്നും വിട്ടുപോകരുത്. എന്റെ മോളെ രക്ഷിക്കണം മേഡം. അവക്ക് നീതി കിട്ടണം. നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇത് ഗൗരവമുള്ള കേസാണ്. ഞാൻ അന്വേഷിക്കും. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും നിയമത്തിന്റെ മുമ്പിൽ വരും. ദേവി ഇപ്പൊ എവിടെയാ? വീട്ടിലുണ്ട് മേഡം. എന്റെ മോൾ ആകെ തളർന്നു കിടക്കുക. ഈ അവസ്ഥയിൽ അവളെ കൊണ്ട് ഒന്നിനും കഴിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് പരാതി നൽകാം, പക്ഷേ ദേവിയുടെ മൊഴി എടുക്കേണ്ടി വരും. ദേവി പറയുന്നതാണ് ഈ കേസിൽ പ്രധാനപ്പെട്ടത്. എന്താ? ഒന്നുമില്ല മാഡം. അവളുടെ
ഇപ്പോഴത്തെ അവസ്ഥ ഓർത്തതാ. എന്താ? ഒന്നുമില്ല മാഡം, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്തതാ. നിങ്ങളുടെ മകളെ ഇപ്പൊ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണ്ട. ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേഷനിൽ നിന്നും വീട്ടിലെത്തി മൊഴിയെടുക്കും. എന്നാ ശരി, ചെല്ല്. ഇപ്പൊ പുറത്തുള്ള എസ്ഐയുടെ അടുത്ത് ചെല്ല്. നടന്നതെല്ലാം തീയതിയും സംഭവങ്ങളും വെച്ച് വിശദമായി പരാതി രേഖപ്പെടുത്തണം. ഡിവോഴ്സ് നോട്ടീസിന്റെ കോപ്പി ഉണ്ടെങ്കിൽ അതും കൊടുക്കണം. ചെല്ല്. മാഡം, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ മാഡം. ആദ്യം പരാതി കൊടുക്കൂ, ഞാൻ അന്വേഷിച്ചോളാം. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യവും മറച്ചു വെക്കരുത്. പിന്നീട് മൊഴിയിൽ മാറ്റം വന്ന കേസിനെയാണ് അത് ബാധിക്കുന്നത്. ഇല്ല മാഡം, ഞങ്ങൾ ഒന്നും മറച്ചു വെക്കില്ല, ഒന്നും. പൊയ്ക്കോ. ഓ, എത്ര? 200. അതെ, ഇവിടത്തെ ഇടപാടുകാരൊക്കെ തിരിച്ചു വന്നു തുടങ്ങി ബാല. എന്തോന്നും നീ ഇങ്ങനെ മുക്കുക മുഴുവൻ ചെയ്യാതെ വായ തുറന്ന് വർത്തമാനം പറ. പറയേണ്ട സാഹചര്യത്തിൽ ഞാൻ പറയാൻ രാമേട്ട. നീ ധർമ്മനെ കണ്ടിരുന്നോ? എന്താ രാമേട്ട? പാവമാടാ അവൻ. പറഞ്ഞില്ലേ, അച്യുതവർമ്മ അവനെ പെടുത്തിക്കളഞ്ഞതാ. അവൻ സത്യമായും ഉദ്ഘാടന ദിവസം മാത്രമേ അറിഞ്ഞുള്ളൂ കട അവിടെയാ വരുന്നതെന്ന്. അത് സത്യമായിരിക്കാം, പക്ഷേ മാമനത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. എടാ, അവന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ദിരാമ്മയും കൂടെ നിർബന്ധിച്ചപ്പോ അവന് വഴങ്ങേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ആനന്ദേ, നിനക്കെന്താടോ ഒരു വല്ലായ്മ? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലേ? നിന്റെ മുഖം കണ്ടാ അറിയാലോ. എന്താട്ടാ? ഏയ്, നിങ്ങക്ക് തോന്നിയതായിരിക്കും. ഇന്ന് മഴ പെയ്യും. കൊറേ നാളായാലും ആളിനെ ഇതുവഴി കണ്ടിട്ട്. നിങ്ങൾ കടയിൽ സുഖമായിട്ടിരിക്കല്ലേ? ഞാനേ ജീവിക്കാൻ വേണ്ടിട്ടുള്ള ഓട്ടത്തില. അതെ, ഞാൻ ആനന്ദേട്ടനോട് ഒരു കാര്യം പറയാൻ വന്ന. എന്താടാ? ഏട്ടന്റെ പഴയ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഒരു വിവരം പറഞ്ഞു. ഏട്ടൻ വാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. അതെ, ഞങ്ങളാരും കേൾക്കാൻ പാടില്ലാത്ത എന്ത് രഹസ്യമാര്യ. അതൊക്കെ ഉണ്ട് രാമേട്ട. വാ ഏട്ടാ. എന്താടാ ആര്യ, നീ കാര്യം പറ. എന്താ കാര്യം? ഏട്ടാ, ഏട്ടൻ ദേവിയുടെ അടുത്തേക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചായിരുന്നു അല്ലേ? അതിന് മീനാക്ഷി അടുത്ത് എങ്ങനെ അറിഞ്ഞു അവിടെ നോട്ടീസ് കിട്ടിയെന്ന്? ഞാൻ അയച്ചു, അവിടെ കിട്ടി. അവിടെ ഡെലിവറി കിട്ടിയതിന്റെ മെസ്സേജും വന്നു. വീട്ടിൽ നിന്ന് അവള് പോയി, എന്റെ മനസ്സിൽ നിന്നും പോയി. ഇനി നിയമപരമായിട്ടും കൂടെ അതങ്ങ് അവസാനിപ്പിക്കണ്ടേ? അല്ലെങ്കിലേ അതിങ്ങനെ ഭാരമായിട്ട് ഇങ്ങനെ കിടക്കും. അല്ലേട്ടാ. എന്താ ഏട്ടാ, ഇതറിഞ്ഞപ്പോ ഒരു പ്രയാസം പോലെ. എനിക്കില്ലാത്ത പ്രയാസം നിനക്കെന്തിനാടാ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ നോട്ടീസ് അയക്കുന്നു. അത് ശരിയാ. പിന്നെ ഏട്ടന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഏട്ടന്റെ വിഷമം അറിയാൻ പറ്റും. പക്ഷെ ഏട്ടാ, ദേവിയടത്തിലെ അച്ഛനും അമ്മയാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണക്കാര്. അതിന് ആ ഒരു പരിഗണന വെച്ചിട്ട് ഞാൻ ദേവിക്ക് മാപ്പ് കൊടുക്കണമെന്നാണോ? സ്നേഹിച്ചപ്പോ ഞാൻ അവളെ എന്റെ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നു. വെറുപ്പ് വന്നു കഴിഞ്ഞാലും അതങ്ങനെയാ. വെറുപ്പിന്റെ അങ്ങേയറ്റമായിരിക്കും എനിക്ക്. ഓരോരുത്തർക്കും ഓരോ പ്രകൃതമല്ലേ.
നിന്നെപ്പോലെ ആയിരിക്കില്ല ഞാനൊരാളെ അകറ്റി നിർത്തിയത് തന്നെയാ. ആകാശിന് കാര്യം മനസ്സിലായി. അവൻ എന്റെ തീരുമാനം എന്താണോ അതിനെ അനുകൂലിക്കുക. ദേ ആര്യ, നീ ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടേ എന്റെ മനസ്സിനെ ഒലിക്കരുത്. ഏട്ടാ, ഞാൻ ഏട്ടന്റെ മനസ്സിനെ ഒലിക്കുന്നതല്ല. കുറച്ചുകൂടി ഒന്ന് കാത്തിരുന്നിട്ട് പോരെ നോട്ടീസ് അയക്കുന്നതെന്ന് ചോദിച്ചാ. ഈ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോ മനസ്സ് മാറിക്കൂടാന്നില്ലല്ലോ. യെസ്, അതാണ് പോയിന്റ്. ദിവസങ്ങളോ മാസങ്ങളോ കഴിയുമ്പോ മനസ്സ് മാറിയേക്കാം. അതുകൊണ്ട് തന്നെയാ അങ്ങനെ മാറുന്നതിന് മുമ്പ് തന്നെ നിയമപരമായിട്ട് വേർപെടുത്താൻ തീരുമാനിച്ചത്. ആ, ഇതുവരെ രഹസ്യം പറച്ചിൽ തീർന്നില്ലേ? ഏയ്, രഹസ്യം ഒന്നുമല്ലടാ. ഇനിയിപ്പോ പരസ്യമായിട്ടുള്ള കാര്യം തന്നെയാ ഡിവോഴ്സ് നോട്ടീസിന്റെ കാര്യം. ഞാൻ പറയായിരുന്നു ആകാശേട്ടാ, നോട്ടീസ് അയച്ചതിന് ഒരല്പം ധൃതി കൂടി പോയില്ലേന്ന്. എടാ, സത്യം പറഞ്ഞ എനിക്കും ആ അഭിപ്രായം തന്നെ. ഓ, പക്ഷേ ഇപ്പം നമ്മൾ ആനന്ദേട്ടൻ്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കണം. ഒരുപാട് കള്ളം പറഞ്ഞ കുടുംബമായിട്ട് ഒത്തുപോകാൻ ആനന്ദേട്ടന് പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ നിർബന്ധിക്കാൻ പോകരുത്. അവൾ എന്നോട് ചെയ്തൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഈ കുടുംബത്തെ മുഴുവനും അവളും അവളുടെ വീട്ടുകാരും ചേർന്ന് വിഡ്ഢികളാക്കി. ഞങ്ങളുടെ മോക്ക് ആ വീട്ടിൽ ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല സാറേ. ഭർത്താവെന്ന് പറയുന്ന ആനന്ദ് ഏതൊക്കെ രീതിയിലോ അവളെ ഉപദ്രവിച്ചെന്ന് പറയാൻ പോലും പറ്റില്ല സാറേ.